ലോകത്തെ വൻ ശക്തികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് ഇന്ത്യ. ചൈനയും അമേരിക്കയും പോലെയുള്ള ആഗോള ഭീമന്മാർ അസൂയയോടെ നോക്കുന്ന ഒരു സോളാർ വിപ്ലവം നിങ്ങൾക്കറിയോ? വെറും ഒരൊറ്റ വർഷം കൊണ്ട്, അതും 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യ തങ്ങളുടെ പവർ ഗ്രിഡിലേക്ക് കൂട്ടിച്ചേർത്തത് എത്ര ജിഗാവാട്ടാണെന്നറിയോ? 44 ജിഗാവാട്ട്. അതെ, ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാജ്യവും ഒരു വർഷം കൊണ്ട് കൈവരിക്കാത്ത അതിബൃഹത്തായ ഒരു സൗരോർജ്ജ കുതിപ്പ്. ഇതോടെ ഇന്ത്യയുടെ ആകെ സോളാർ ശേഷി 154 ജിഗാവാട്ടിലെത്തി. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഗുജറാത്തിലെ മണൽപ്പരപ്പിൽ ഇന്ത്യ പടുത്തുയർത്തുന്ന ഒരു അത്ഭുതമുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ പോലും കാണാൻ കഴിയും. എന്നാൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന കോടിക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി പാഴായി പോകുന്ന ഗ്രിഡ് പ്രതിസന്ധി ഇന്ത്യ എങ്ങനെ മറികടക്കും? ഇതിനായി ഇന്ത്യ ഇറക്കിയ $100 ബില്യൺ ആ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇന്ത്യ ലോകത്തിന്റെ ഊർജ്ജ ഭൂപടം മാറ്റിവരയ്ക്കുന്നതിന്റെ ആവേശകരമായ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യം വ്യാവസായികമായി വളരണമെങ്കിൽ കൽക്കരിയും പെട്രോളിയവും അനിവാര്യമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം പരിസ്ഥിതിയെ മലിനമാക്കിക്കൊണ്ടാണ് കൽക്കരി കത്തിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് അവർ വൻശക്തികളായത്. ഇന്ത്യയും ഒരു കാലത്ത് 70%-ലധികം വൈദ്യുതിക്കായി കൽക്കരി നിലയങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രമുഖ രാജ്യം ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഗ്രീൻ എനർജി അഥവാ സൗരോർജ്ജത്തെ മുൻനിർത്തി തങ്ങളുടെ വ്യവസായങ്ങളെ നയിക്കാൻ പോകുന്നു. നിലവിൽ ഇന്ത്യയുടെ വൈദ്യുതിയുടെ ഭൂരിഭാഗവും കൽക്കരിയിൽ നിന്നാണെങ്കിലും 2035ഓടെ ഇത് 50%-ൽ താഴെയായി കുറയ്ക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പുതിയ കൽക്കരി നിലയങ്ങളുടെ നിർമ്മാണം ഇന്ത്യ പടിപടിയായി നിർത്തലാക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സോളാർ സാങ്കേതിക വിദ്യയും വൈദ്യുതിയും ലഭ്യമാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. വാർഷിക വളർച്ചാ നിരക്ക് 40% നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നേറുമ്പോൾ വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യത്തിന്റെ പകുതിയിലധികവും സൂര്യനിൽ നിന്ന് തന്നെ നേരിടുമെന്നാണ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി IEA അടിവരയിട്ട് സമർത്ഥിക്കുന്നത്. ഇത് വെറും ഒരു മാറ്റമല്ല, ഇതൊരു സാമ്രാജ്യത്തെ തകർച്ചയാണ്. വിദേശ എണ്ണ കമ്പനികളുടെ മേലുള്ള ഇന്ത്യയുടെ വിജയമാണ്. ഇന്ത്യയുടെ ഈ സ്വപ്നതുല്യമായ വളർച്ചയ്ക്ക് പിന്നിൽ വെറും വാക്കുകളല്ല, ലോകത്തെ ഞെട്ടിക്കുന്ന വമ്പൻ പ്രൊജക്ടുകളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുജറാത്തിലെ ഇൻഡോ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഖാവ്ദ സോളാർ പാർക്ക്. ശരിക്കും പറഞ്ഞാൽ ഭാവനകൾക്കൊപ്പുറമാണ് ഇതിന്റെ വലിപ്പം. 726 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, അതായത് സിംഗപ്പൂർ എന്ന രാജ്യത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു പ്രദേശം മുഴുവൻ സോളാർ പാനലുകൾ കൊണ്ട് മൂടാൻ പോവുകയാണ് ഇന്ത്യ. അദാനി ഗ്രീൻ എനർജി ഉൾപ്പെടെയുള്ള വമ്പന്മാർ അണിനിരക്കുന്ന ഈ പ്രൊജക്ട് പൂർണ്ണ തോതിലാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എത്ര ജിഗാവാട്ടാണെന്നറിയോ? 30 ജിഗാവാട്ട് ക്ലീൻ എനർജി. ഒരു താരതമ്യത്തിന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സോളാർ പാർക്കിൽ നിന്ന് മാത്രം ഏകദേശം 2.5 കോടി വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി നൽകാൻ ഇന്ത്യക്ക് സാധിക്കും. യൂറോപ്പിലെ പല ചെറിയ രാജ്യങ്ങളുടെയും ആകെ ഊർജ്ജ ആവശ്യത്തേക്കാൾ കൂടുതലാണിത്. പാകിസ്ഥാൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ആർക്കും ഉപകാരമില്ലാതെ കിടന്ന കച്ചിലെ ഉപ്പുപാടങ്ങളെയാണ് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നത്. ഇതാണ് പുതിയ ഇന്ത്യയുടെ കരുത്ത്. പക്ഷേ ഇവിടെ വലിയൊരു കെണി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സോളാർ പാനലുകളുടെ 80%-ലധികം ഇറക്കുമതി ചെയ്തിരുന്നത് ചൈനയിൽ നിന്നായിരുന്നു. ഇന്ത്യ സോളാറിലേക്ക് മാറുമ്പോൾ ലാഭം കൊയ്യുന്നത് ചൈനയാണ് എന്ന അവസ്ഥ. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് നയം ഇവിടെ കളി മാറ്റിമറിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ അധിനിവേശം തടയാൻ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അഥവാ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്ന ശക്തമായ നയം നടപ്പിലാക്കി. ഇതനുസരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി ഇന്ത്യൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ രാജ്യത്തെ സബ്സിഡി പദ്ധതികൾ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അനുമതിയുള്ളൂ. ഇതിനൊപ്പം തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയിലൂടെ സോളാർ നിർമ്മാണ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി. ഇതിന്റെ ഫലം എന്തായിരുന്നു? ഇന്ന് ഇന്ത്യയിൽ സോളാർ സെല്ലുകളുടെ തദ്ദേശീയ ഉൽപാദന ശേഷി പ്രതിവർഷം 30 ജിഗാവാട്ടായി കുതിച്ചുയർന്നു. ഒരു കാലത്ത് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് അമേരിക്കയിലേക്കും ഉയർന്ന നിലവാരമുള്ള സോളാർ PV മൊഡ്യൂളുകൾ കയറ്റുമതി ചെയ്യുന്ന മുൻനിര രാജ്യമായി മാറിക്കഴിഞ്ഞു. വൻകിട പ്ലാന്റുകൾ മാത്രമല്ല, സാധാരണക്കാരുടെ വീടുകളിലേക്ക് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴി റൂഫ് ടോപ്പ് സോളാറുകൾ എത്തിച്ചും വ്യവസായങ്ങൾക്ക് എളുപ്പത്തിൽ ഹരിത ഊർജ്ജം വാങ്ങാൻ ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ് നിയമങ്ങൾ നിർമ്മിച്ചും സർക്കാർ ഈ വിപ്ലവം ജനകീയമാക്കി. ഈ നാടകീയമായ വിജയങ്ങൾക്കിടയിലും ഇന്ത്യക്ക് മുന്നിൽ ഒരു ഹിമാലയൻ വെല്ലുവിളിയുണ്ട്. സൂര്യൻ കത്തി എരിയുന്ന രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും മരുഭൂമികളിൽ നമ്മൾ ലക്ഷക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വൈദ്യുതി ഡൽഹിയിലോ മുംബൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഉള്ള വൻകിട ഫാക്ടറികളിൽ എങ്ങനെ എത്തിക്കും?
ഇവിടെയാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ഗ്രിഡുകൾക്ക് ശേഷിക്കുറവ് നേരിടുന്നത്. കഴിഞ്ഞ വർഷം മാത്രം പടിഞ്ഞാറൻ മരുഭൂമി പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച സോളാർ ഊർജ്ജത്തിന്റെ 40% പ്രധാന നഗരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഗ്രിഡിലെ ലൈനുകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ വൈദ്യുതി പ്രവാഹം എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ ഫലോദി, ജയ്സാൽമീർ തുടങ്ങിയ പ്രമുഖ സോളാർ ഹബ്ബുകളിൽ ഉച്ചസമയത്ത് കടുത്ത കണ്ടെയ്ൻമെന്റ് അഥവാ ഉൽപാദന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നു. ഇതിലൂടെ ഏകദേശം 4.3 ജിഗാവാട്ടോളം ക്ലീൻ എനർജിയാണ് ഉപയോഗിക്കാനാവാതെ പാഴായി പോകുന്നത്. ദേശീയ ഗ്രിഡിന്റെ സുരക്ഷിതത്തെ ബാധിക്കാതിരിക്കാൻ അദാനി, NTPC, JSW തുടങ്ങിയ വമ്പൻ കമ്പനികളോട് പകൽ സമയത്ത് സോളാർ ഉൽപാദനം നിർബന്ധപൂർവ്വം കുറയ്ക്കാൻ ഗ്രിഡ് ഓപ്പറേറ്റർമാർ ആവശ്യപ്പെടുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയ വികസന ഏജൻസികൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ സോളാർ സ്വപ്നങ്ങൾ ചിലപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടേക്കാം. പക്ഷേ വെല്ലുവിളികൾ കണ്ട് പിന്മാറുന്നത് പുതിയ ഇന്ത്യയുടെ ശീലമല്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഗ്രിഡ് പ്രതിസന്ധി വലിച്ചെറിയാൻ കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് ഒട്ടും ചെറുതല്ലാത്ത $100 ബില്യൺ ബൃഹത്തായൊരു പദ്ധതിയാണ്. ലക്ഷ്യം വ്യക്തമാണ്. 2032 ദേശീയ പവർ ഗ്രിഡിന്റെ ശേഷി 30% വർദ്ധിപ്പിക്കുക. ഇതിനുവേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതാണ് ഗ്രീൻ എനർജി കോറിഡോർ. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും അതിവേഗ സോളാർ പ്ലാന്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കൻ തെക്കൻ വ്യവസായ മേഖലകളിലേക്ക് നേരിട്ട് വൈദ്യുതി എത്തിക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള അതിനൂതനമായ ഹൈ വോൾട്ടേജ് ലൈനുകളാണ് സ്ഥാപിക്കുന്നത്. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് സോളാർ വൈദ്യുതി പകൽ മാത്രമേ കിട്ടൂ, രാത്രി എന്ത് ചെയ്യൂ എന്ന്. അതിനും ഇന്ത്യയുടെ പക്കൽ കൃത്യമായ മറുപടി ഉണ്ട്. എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്. പകൽ സമയത്തെ അധിക വൈദ്യുതി സംഭരിക്കാൻ രാജസ്ഥാനിൽ മാത്രം 5000 മെഗാവാട്ടിന്റെ ഭീമാകാരമായ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിർമ്മിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകൾ ഉപയോഗിച്ച് വൈദ്യുതി സംഭരിക്കുന്ന പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് പദ്ധതികൾക്കും ഇന്ത്യ തുടക്കമിട്ട് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 2047 100 ജിഗാവാട്ടിലധികം പമ്പ്ഡ് ഹൈഡ്രോ ശേഷി കൈവരിക്കാനാണ് ലക്ഷ്യം. തമിഴ്നാട്ടിലെ 500 മെഗാവാട്ടിന്റെ കുന്ദ പ്രൊജക്ട്, മധ്യപ്രദേശിലെ പുതിയ പ്ലാന്റുകൾ, ടാറ്റ പവർ നടത്തുന്ന വൻ നിക്ഷേപങ്ങളൊക്കെ ഇതൊക്കെ ഇതിന് തെളിവാണ്. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ പരമ്പരാഗത കൽക്കരി, ഗ്യാസ് നിലയങ്ങളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശാസ്ത്രീയമായി റീപ്രോഗ്രാം ചെയ്യുകയുമാണ്. സൂര്യപ്രകാശം കുറയുന്ന വൈകുന്നേരങ്ങളിൽ ഈ തെർമൽ പ്ലാന്റുകളുടെ പ്രവർത്തനം സ്വയം വർദ്ധിക്കുന്ന തരത്തിലുള്ള ലോകോത്തര സ്മാർട്ട് ഗ്രിഡ് മാനേജ്മെന്റ് ആണ് നമ്മുടെ രാജ്യം ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യം നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ വേഗത്തിലാണ് വളരുന്നത്. അതും നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ ഏറ്റവും മുകളിലായി വളരുന്നുണ്ട്. അപ്പോൾ ഈ വമ്പൻ നേട്ടങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ താഴെ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.